അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുവന്യരായ സഹോദരങ്ങളെ, സുന്നി യുവജന ഫെഡറേഷൻ പ്രസിദ്ധീകരണ പ്രചരണ വിഭാഗമായ മിങ്കിൾ ഗ്രൂപ്പിൻ്റെ ബുക്ക് റിവ്യൂ എന്ന പരിപാടിയിൽ ഒരു അറബ് ഗ്രന്ഥം പരിചയപ്പെടുത്തുവാനാണ് എനിക്ക് നിയോഗം ലഭിച്ചിരിക്കുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അറബിയിലും മലയാളത്തിലുമായി അനവധി ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള അഭിവന്യ ഗുരു ശൈഖുന ചേലക്കാട് കുഞ്ഞാരുസ്താദ് അവർകളുടെ അൽ മുഹിമ്മ ഫി ബയാനിൽ അയിമ്മത്തിൽ മദ്കൂരീന ഫി ഫത്ഹിൽ മുഈൻ എന്ന ഗ്രന്ഥം, അൽ മുഹിമ്മ എന്ന പേരിൽ ചുരുക്കി അറിയപ്പെടുന്ന ഗ്രന്ഥമാണ് എനിക്കിവിടെ പരിചയപ്പെടുത്തുവാനുള്ളത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ പ്രശസ്ത കർമ്മശാസ്ത്ര ഗ്രന്ഥമായ കേരളത്തിൻ്റെ അഭിമാനവും ലോകത്തിന് കേരളം നൽകിയ സംഭാവനകളിൽ ഏറ്റവും വിലപ്പെട്ടതുമായ ഫത്ഹുൽ മുഈൻ എന്ന ഗ്രന്ഥത്തിൽ പരാമർശം വന്നിരിക്കുന്ന ഇമാമുകളുടെ ചരിത്രങ്ങൾ വിവരിച്ചുകൊണ്ട് എഴുതപ്പെട്ട ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥം. ഫത്ഹുൽ മുഈനിൽ പറഞ്ഞിരിക്കുന്ന ഇമാമുകൾ, അവരുടെ ജനനവും വഫാത്തും അവരുടെ പഠനവും അവരുടെ സേവനങ്ങളും അവരുടെ ഗുരുവര്യന്മാരെയും പ്രധാന ശിഷ്യന്മാരെയും തുടങ്ങി അവരുടെ ജീവചരിത്രത്തിൽ ആവശ്യമായ ഘടകങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഗ്രന്ഥം രചിക്കപ്പെട്ടിരിക്കുന്നത്. അവരുടെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ, അവർ കർമ്മശാസ്ത്ര മേഖലയിൽ അല്ലെങ്കിൽ അവരുടേതായ മേഖലയിൽ അവർക്ക് പ്രത്യേകമായിട്ടുള്ള വീക്ഷണങ്ങളും അഭിപ്രായങ്ങളും ഇതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സമഗ്രമായ ചരിത്രങ്ങൾ, ചരിത്ര ഗ്രന്ഥങ്ങളിൽ അവിടെയും ഇവിടെയുമായി ചിതറിക്കിടക്കുന്ന ചരിത്ര വസ്തുതകളെയൊക്കെ കോർത്തിണക്കി ഒന്നിച്ചു ചേർത്ത് ഇമാമുകളെ നന്നായിട്ട് തന്നെ മനസ്സിലാക്കുവാൻ കഴിയുന്ന വിധത്തിൽ ക്രോഡീകരിച്ചിരിക്കുന്നതാണ് ഈ മഹത്തായ ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിന് രൂപകൽപ്പന രചിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട കുഞ്ഞാരുസ്താദ് അവർകൾ ഇമാമുകളുടെ ചരിത്രം മനസ്സിലാക്കുന്നതിനും അവതരിപ്പിക്കുന്നതിലും എപ്പോഴും വളരെയേറെ ശ്രദ്ധ പുലർത്തുകയും അതിൽ വളരെയേറെ താല്പര്യം പഠിപ്പിക്കുകയും അത് നന്നായി മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള ഒരു മഹാനാണ്. എവിടെയാണെങ്കിലും ഒരു ഇമാമിനെ പേര് കാണുമ്പോൾ ആ ഇമാമിനെക്കുറിച്ച് വിശദമായിട്ട് തന്നെ തൻ്റെ ഓർമ്മയിൽ നിന്ന് എടുത്ത് തന്നെ പറയുവാൻ കഴിയുന്നവരാണ് ഉസ്താദ് അവർകൾ. നുസ്രത്തുൽ അനാം മാസികയിൽ പതിറ്റാണ്ടുകളായി നമ്മുടെ ഇമാമുകൾ എന്ന പേരിൽ എല്ലാ വിഭാഗം ഇമാമുകളെയും, കർമ്മശാസ്ത്രത്തിലെല്ലാ മദ്ഹബിലെ ഇമാമുകളെയും, മുഫസ്സിറുകൾ, മുഹദ്ദിസുകൾ, മറ്റ് ഫന്നുകളിലെ ഇമാമുകൾ, ഇങ്ങനെ എല്ലാ മേഖലയിലെ ഇമാമുകളെയും
വർഷങ്ങളായി എഴുതിക്കൊണ്ടിരിക്കുന്ന പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഭക്തി നുസ്രത്തുൽ അനാമിൽ നേരത്തെയുണ്ട്. ഫത്ഹുൽ മീനിൽ പറയപ്പെട്ട ഇമാമുകളാകുമ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദും ഫത്ഹുൽ മീനും തമ്മിൽ പ്രത്യേകമായൊരു അടുപ്പവും ബന്ധവുമുണ്ട്. ഫത്ഹുൽ മീനിൽ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഏറ്റവും നന്നായി അവതരിപ്പിക്കുന്ന പണ്ഡിതരുടെ കൂട്ടത്തിലാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ. അപ്പോൾ ഫത്ഹുൽ മീനിൽ പറയപ്പെട്ട ഇമാമുകളാകുമ്പോൾ പ്രത്യേകിച്ച് തന്നെ അത്തരം ഇമാമുകളെക്കുറിച്ച് ഉസ്താദ് അവർകളുടെ അവതരണം തീർച്ചയായും സമൂഹത്തിന് ഉപകരിക്കും. മനസ്സിലാക്കിയിരിക്കേണ്ട ഇമാമുകളെക്കുറിച്ച് അനിവാര്യമായും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ഇമാമിൻ്റെ അഭിപ്രായവും മറ്റും വരുമ്പോൾ ആ ഇമാമി ഏത് കാലത്താണ് ജീവിച്ചതെന്നും ആ ഇമാമ് ഏത് തലമുറയിൽ നിലകൊള്ളുന്നുവെന്നും ഒക്കെ മനസ്സിലാക്കിയിരിക്കുക എന്നത് ഇമാമുകളുടെ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായും ആവശ്യമായ കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം. ഇതൊക്കെ നമ്മുടെ ഷാഫി മദ്ഹബിലെ പ്രത്യേകിച്ച് ഷാഫി മദ്ഹബിലെ ഇമാമുകളെ ഏറെക്കുറെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഇമാമുകൾ ഏറെക്കുറെ തന്നെ ഫത്ഹുൽ മീനിൽ പലയിടത്തായി പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അവരെയൊക്കെ ഈ ഗ്രന്ഥത്തിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അതുപോലെ പ്രധാനപ്പെട്ട ഹദീസിൻ്റെ ഇമാമുകൾ 4 മദ്ഹബിൻ്റെ ഇമാമുകളെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ താബി പ്രമുഖരായ മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ഈ ഗ്രന്ഥം ആരംഭിക്കുന്നത്. ഹസനുൽ ബസരി റളിയല്ലാഹുവിനെ കുറിച്ചാണ് ഇതിൽ ഒന്നാമത്തെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ ഇമാമിൻ്റെയും കാലഘട്ടം വഫാത്തിൻ്റെ കാലമനുസരിച്ച് ആ ക്രമത്തിലാണ് ഇതിൽ ചരിത്രം പോയിക്കൊണ്ടിരിക്കുന്നത്. അവസാനമായിട്ട് മഹത്തുക്കളായ ഇമാമുകളെയൊക്കെ വിശദീകരിച്ച് അവസാനം ഒരു ഹാത്തിമത്ത്, ഒരു സമാപനവും ഇതിൽ നൽകിയിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി ഈ ഗ്രന്ഥത്തിൽ നൽകിയിരിക്കുന്ന ആമുഖ മുഖദ്ദിമ വളരെ ഉപകാരപ്രദമായ ഷാഫി മദ്ഹബിലെ ഇമാമുകൾ വന്ന ക്രമവും അതോടൊപ്പം ഷാഫി മദ്ഹബിൽ എങ്ങനെ നമ്മുടെ ഇമാമുകൾ പിന്തുടരപ്പെടണം എന്നും ഒക്കെ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു ആമുഖം. അതിൽ ആമുഖത്തിൽ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, നമ്മളുടെ ഗ്രന്ഥങ്ങളും കിതാബുകളും വെക്കുമ്പോൾ ആ ഗ്രന്ഥങ്ങൾ ഏത് ക്രമത്തിൽ വെക്കണം, ഏത് രൂപത്തിൽ വെക്കണം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വളരെ ആവശ്യമായ പല വിവരങ്ങളും ഈ ഗ്രന്ഥത്തിൻ്റെ മുഖദ്ദിമയിലും ഉസ്താദ് അവർകൾ നൽകിയിട്ടുണ്ട്. പ്രശസ്തമായ ചരിത്ര ഗ്രന്ഥങ്ങൾ ഇമാം നവവിയുടെ തഹ്ദീബ് തുടങ്ങി തബക്കാത്തുകളും വഫയാത്തുൽ അയ്യാനും തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തപ്പെട്ട ചരിത്രങ്ങളാണെങ്കിലും അതിനു പുറമെ ഫിഖ് ഗ്രന്ഥങ്ങളിലും ഫിഖിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലും അതുപോലെ ഹദീസ് വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലും ഒക്കെ നൽകിയിരിക്കുന്ന അവിടെയും ഇവിടെയുമായി ചിതറിക്കിടക്കുന്ന ചരിത്രങ്ങളൊക്കെ ഉസ്താദ് അവർകൾ ഇവിടെ ഏകോപിപ്പിക്കുന്നുണ്ട്. ആ ചരിത്രങ്ങൾ കേവലം രേഖപ്പെടുത്തി പോകുക മാത്രമല്ല, അതോടൊപ്പം ആവശ്യമായ വിശകലനങ്ങളും അഭിപ്രായങ്ങളുമൊക്കെ രേഖപ്പെടുത്തി തന്നെയാണ് ഈ ഗ്രന്ഥം മുന്നോട്ട് പോകുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ ഉംദയുടെ മുസന്നിഫ് മഹാനായ ഇബ്നുൻ നഖീബ് റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ചരിത്രം രേഖപ്പെടുത്തുന്നിടത്ത് ഉസ്താദ് അവർകൾ പറയുന്നത് കാണാം. ഇബ്നുൻ നഖീബിനെ മഹാനായ ഇമാം മഹല്ലിയുടെ ശിഷ്യരായിട്ട്, ഇമാം മഹല്ലിയുടെ ഗുരുവര്യരായിട്ട് കല്ലൂബിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇമാം മഹല്ലിയുടെയും ഇബ്നുൻ നഖീബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും കാലഘട്ടം പരിശോധിക്കുമ്പോൾ ഇമാം മഹല്ലി ജനിക്കുന്നത് ഹിജ്റ 791 ഇബ്നുൻ നഖീബ് വഫാത്താകുന്നത് ഹിജ്റ 769 രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടുവാനുള്ള കാലഘട്ടം ഒത്തുവരുന്നില്ല. അപ്പോൾ ഇങ്ങനെ അതിൽ ആ ചരിത്രത്തിൽ ഉസ്താദ് അവർകൾ
സംശയം പ്രകടിപ്പിച്ചതായി കാണാം. ഇങ്ങനെ ചരിത്രത്തിനെ ഒന്ന് വിശകലനം ചെയ്യുകയും അടക്കം ചെയ്തുകൊണ്ടുള്ള ഒരു ഗ്രന്ഥമാണ് അൽ മുഹിമ്മ എന്ന ഈ മഹത്തായ ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിൽ 150 രൂപക്ക് വിലയുള്ള ഈ ഗ്രന്ഥം ഇപ്പോൾ 2ാം എഡിഷനാണ് ഇപ്പോൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത്. ജാമിയ ഫലാഹിയ കേന്ദ്രീകരിച്ചിട്ടുള്ള അൽ ഫലാഹ് പബ്ലിഷിംഗ് ബ്യൂറോയാണ് ഈ ഗ്രന്ഥം 2ാം എഡിഷൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 225 പേജുകളാണ് ഈ ഗ്രന്ഥത്തിൽ ഉള്ളത്. ഈ ഗ്രന്ഥം തീർച്ചയായും പഠിതാക്കൾക്ക്, മുതഅല്ലിമുകൾക്ക്, മുദരിസുമാർക്ക് ഒക്കെ വളരെയേറെ ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.